ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വെരിക്കേറ്റഡ് ലീഫുള്ള പ്ലാന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരുപാട് പ്ലാന്റ്സ് വെരിക്കേറ്റഡ് ഉണ്ട് അല്ലേ. നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്ന കലാത്തിയ, ഗ്ലോണിമ ഒക്കെ മണി പ്ലാന്റ് ഒക്കെ വെരിക്കേറ്റഡ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ വെക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടല്ലേ. ഉദാഹരണത്തിന് നമ്മുടെ ചെമ്പരത്തി ചെടീൻ്റെ ഇല വരെ വെരിക്കേറ്റഡ് ആയിട്ടുള്ള ഉണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് വെരിക്കേറ്റഡ് ലീഫുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. നമുക്കറിയാം കുള്ള സൈസിലുണ്ട്, അതുപോലെ തന്നെ ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ള ഉണ്ട്, അതുപോലെ തന്നെ ആരോ ലീഫായിട്ട് നേരിയ ലീഫുള്ള ഇതുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റിയിൽ ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ യെല്ലോയും ഗ്രീനും ഉള്ള ഒരു വെരിക്കേറ്റഡ് ലീഫുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ സ്നേക്ക് പ്ലാന്റ് നമുക്കറിയാം ഓക്സിജൻ, രാത്രി കാലങ്ങളിൽ നമുക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. നാസ റെക്കമെൻഡ് ചെയ്തൊരു പ്ലാന്റ് ആണ്. പക്ഷേ ഇതിൻ്റെ നമുക്കറിയാം കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷാംശം അടങ്ങിയിട്ടുള്ള ചെടിയാണ്, എങ്കിലും നല്ല ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ ഗ്രീൻ കളർ, അതാ അതിൻ്റെ ഒരു വെരിക്കേറ്റഡ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ഉള്ളതിനെക്കാട്ടും കുറച്ച് ഇലയിൽ കളറിങ് വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്നത് ഒരു വെരിക്കേറ്റഡ് ലീഫുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ തൊട്ടടുത്തൊരു അരേലിയ പോലത്തത് നമുക്ക് വെരിക്കേറ്റഡ് ലീഫുള്ള. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പെഡിലാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ. പെഡിലാന്തസ് കേളി പിങ്കും ഒരു വെരിക്കേറ്റഡ് ആണ്. കേളി ഇതിൽ കാണിക്കുന്നില്ല, പക്ഷേ പെഡിലാന്തസ് പ്ലാന്റ് നന്നായിട്ട് നമുക്കറിയാം. പെഡിലാന്തസ് പ്ലാന്റിൽ പിന്നെ ഒരു 3 കളറിങ് ഉണ്ട് കേട്ടോ. ഗ്രീനും വൈറ്റും പിങ്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 കളറാണ്. വെയിൽ തട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ പിങ്കാണ് കൂടുതലായിട്ട് വരിക കേട്ടോ. നമ്മൾ അരേലിയ പ്ലാന്റ്സിലൊക്കെ വൈറ്റ് കൂടുമെന്ന് പറയും പോലെ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് പിങ്ക് ആയിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഔട്ട്ഡോറായിട്ട് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഗ്രീൻ കളർ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറമ്പിലൊക്കെ കാണുന്നൊരു ചെടിയാണ്. എൻ്റെ വൈറ്റ് ഇപ്പോൾ വെരിക്കേറ്റഡ് വന്നതാണ്. ഈ വെരിക്കേറ്റഡും പണ്ടുണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ നമ്മൾ കാണുന്നത് ഗ്രീനാണ്. ഗ്രീൻ എൻ്റെ കയ്യിലില്ല കാണിക്കാൻ. അപ്പോൾ ഈ ചെടി കണ്ടവർക്കറിയാം അതിൻ്റെ ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് നന്നായിട്ട് നമുക്ക് നല്ല ഭംഗിയാണ് കാണുമ്പോൾ കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ കാണുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട്, വൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഉണ്ടാകുക. കാരണം ഇതിൻ്റെ ഒരു കളറ് കൂടുതൽ ഇങ്ങനെ നമ്മൾ തണലത്തുനിന്ന് കുറച്ച് വെളിച്ചത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് വെരിക്കേറ്റഡ് പ്ലാന്റ്സിൻ്റെ ലീഫിന് വരണമെങ്കിൽ അതാണ്. വെരിക്കേറ്റഡ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഒരു ഇലയിൽ 2-3 കളറുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വെരിക്കേറ്റഡ് പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലേ. അല്ലാതെ നമ്മൾ ഒറ്റ കളറുള്ളതിന് നമ്മളങ്ങനെ പറയാനില്ല. നമ്മൾ ഏതാ ചെടി എന്ന് വെച്ചാൽ ചെടിയുടെ പേരാണ് പറയുക. പക്ഷേ നമ്മൾ വെരിക്കേറ്റഡ് എന്ന് പറയാൻ കാരണം ആ ഇലയിൽ 1, 2, 3 ചിലത് 4 കളറൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ വെരിക്കേറ്റഡ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പെഡിലാന്തസ് കേളി പിങ്ക് ആണെങ്കിലും പെഡിലാന്തസ് പ്ലാന്റ് ആണെങ്കിലും വെരിക്കേറ്റഡ് ആണ്. നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഞാനിത് സെയിൽ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നടത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് വേഗത്തിൽ പിടിച്ചിട്ട് നന്നായിട്ട് പെട്ടെന്ന് വളരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാനിത് വിറ്റിട്ടുണ്ട്. അത് സെയിൽ നടത്തി ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ വെരിക്കേറ്റഡ് പെഡിലാന്തസ് പ്ലാന്റ് കേട്ടോ. പിന്നെ മൂന്നാമത്തതാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വെരിക്കേറ്റഡ് ലക്കി ബാമ്പാണ് കേട്ടോ. ലക്കി ബാമ്പ് നമുക്കറിയാം, മിൽക്കി ബാമ്പുണ്ട്, വെരിക്കേറ്റഡ് ലക്കി ബാമ്പുണ്ട്, ശരിക്കുള്ള ലക്കി ബാമ്പ് പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ലക്കി ബാമ്പിൽ എനിക്കിഷ്ടമുള്ളത് മിൽക്കി ബാമ്പാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടം എനിക്ക് മിൽക്കി ബാമ്പാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ സാധാരണ ലക്കി ബാമ്പാണ്. അപ്പോൾ സാധാരണയുള്ള ലക്കി ബാമ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് അറിയാം ലക്കി ബാമ്പ് പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റും, ഔട്ട്ഡോറിൽ വളർത്താൻ പറ്റും, വെള്ളത്തിൽ വളർത്താൻ പറ്റുന്നത് ഇപ്പോൾ കാണിക്കുന്നത് സാധാരണ ആണ്. അതിൻ്റെ ഇപ്പുറം കാണിക്കുന്നതാണ് നമ്മൾ വെരിക്കേറ്റഡ് ലക്കി ബാമ്പ്. അപ്പോൾ രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് നട്ട് കൊടുത്താട്ടോ. ഇത് വെള്ളത്തിൽ സാധാരണ ലക്കി ബാമ്പ് നട്ടതാണ്. വെള്ളത്തിലും മണ്ണിലും ഒക്കെ ഒരുപോലെ നട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന പെട്ടെന്ന് വേര് വരുന്നൊരു ചെടിയാണ് നമ്മുടെ ലക്കി ബാമ്പ്. നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ല ഒരു വൈറ്റും അതിൽ തന്നെ ഗ്രീനും വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ആ ഒരു സാധാരണ കാണുന്ന ലക്കി ബാമ്പിനെക്കാട്ടി കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഇതാണ്. പക്ഷേ മിൽക്കി ബാമ്പ് ഇപ്പോൾ കാണിക്കുന്നില്ല. ഇത് മിൽക്കി ബാമ്പ് ഇങ്ങനെ തന്നെ പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും. നല്ല അടിപൊളി ഭംഗിയാണ് മിൽക്കി ബാമ്പ്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ നമുക്ക് നന്നായിട്ട് വെരിക്കേറ്റഡ് ആണ്. വെരിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ലീഫിൽ വരുന്ന ആ വ്യത്യാസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണുമ്പോൾ. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഇൻഡോറിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ
നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് ഒരുപാട് കെയറിങ് ഒന്നും ഇല്ലാത്ത പ്ലാന്റ്സാണ് ഞാനിപ്പോൾ കാണിച്ച മുഴുവൻ പ്ലാന്റ്സും. പോട്ടി മിക്സ് കുറച്ച് വെള്ളം വാർന്ന് പോകുന്ന പോട്ടി മിക്സ് എടുത്താൽ മതി. പിന്നെ ലക്കി ബാമ്പു ആണെങ്കിൽ നമുക്ക് വെള്ളത്തിലും പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നന്നാക്കി നോക്കാൻ പറ്റുന്ന പ്ലാന്റാണ് നമ്മുടെ ലക്കി ബാമ്പു പ്ലാന്റ് കേട്ടോ. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അരേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അരേലിയ പ്ലാന്റ്സ് നമുക്കറിയാം, നമ്മൾ ഗോൾഡൻ അരേലിയ പ്ലാന്റ്സ് കണ്ടിട്ടുണ്ട്, നമ്മൾ പിന്നെ ഗ്രീൻ അരേലിയ ഉണ്ട്, വൈറ്റ് അരേലിയ. അപ്പോൾ വൈറ്റ് അരേലിയ എന്ന് പറയുന്ന പ്ലാന്റ്സാണ് നമ്മുടെ വെരിക്കേറ്റഡ് അരേലിയ പ്ലാന്റ്സ് കേട്ടോ. വൈറ്റ് ആണ് വെരിക്കേറ്റഡ് അരേലിയ പ്ലാന്റ്സ്. അല്ല ഗോൾഡൻ ആകുമ്പോൾ ആ ഗോൾഡൻ കളർ തന്നെ ഉണ്ടാകുക. ഒരു ഗോൾഡൻ്റെ ഗ്രീൻ ആകുമ്പോൾ ഫുള്ള് ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വൈറ്റും ഗ്രീനും കൂടിയിട്ടുള്ള ഒരു വെരിക്കേറ്റഡ്, ഞാൻ ചെറിയൊരു സ്റ്റെമ്മ് നട്ട് കൊടുത്തിട്ട് കുറച്ചായിട്ടോ, കുറേ ആയി. ഇനിയിപ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ തൊട്ടടുത്തുള്ള വലിയ ചട്ടിയിലേക്ക് മാറ്റണം. അതിൽ നിന്നും കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇതിൽ ഒന്നും കാണിക്കാത്തത്. അതിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി വലുതാകുന്ന സമയത്ത് അതിൽ പോട്ട് ഇങ്ങനെ വലുതാക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ തണ്ട് കാണാണ്ട് ഈ പ്ലാന്റ്സ് നമുക്ക് ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഒരു തുമ്പ് ഒരു ട്രേയിൽ വെച്ചിട്ട്, ഇതിൻ്റെയൊക്കെ തുമ്പ് ട്രേയിൽ വെച്ചിട്ട് ഞാൻ നട്ടിട്ട് വേര് പിടിപ്പിച്ച വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ട വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടാൽ മതി. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്ന, ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ നമുക്ക് അരേലിയ പ്ലാന്റ്സ് വേര് പിടിപ്പിക്കുക എന്നുള്ളത്. ഇത് വെയിൽ തട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വൈറ്റ് കളർ കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം നല്ല വെയിലത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താലാണ് നമ്മുടെ അരേലിയ പ്ലാന്റ്സിന് നന്നായിട്ട് ഉണ്ടാവുക കേട്ടോ. ഒരുപാട് കെയറിങ് ഒന്നുമില്ല, പക്ഷേ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വെയിൽ കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. വെയിൽ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒരു വൈറ്റ് കളർ കിട്ടുള്ളൂ. അത് വിചാരിച്ച് ശക്തമായിട്ടുള്ള സൺലൈറ്റുള്ള സ്ഥലത്ത് വെക്കരുത് കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലീഫിന് കുറച്ച് ഇലകളൊക്കെ കരിഞ്ഞു പോകും. അടുത്ത പ്ലാന്റ്സാണ് നമ്മുടെ പെൻഡാനൻസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടില്ല, യെല്ലോയും ഗ്രീനും ആയിട്ട് നല്ലൊരു കളറിങ് ആയിട്ട് നല്ലൊരു വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് നമ്മുടെ പെൻഡാനൻസ് പ്ലാന്റ്. നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റും, ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഒരുപാട് കെയറിങ്ങോ ഇതിനും ഇല്ല കേട്ടോ. ഒരുപാട് കീടശല്യങ്ങളൊന്നും അധികം വരാത്തൊരു പ്ലാന്റാണ്. ഇതിൻ്റെ അടിയിൽ നിന്നിങ്ങനെ തൈകളിങ്ങനെ പൊളിച്ച് വന്നിട്ടാണ് നമ്മൾ പുതിയ തൈകളാക്കി എടുക്കുന്നത്. അപ്പം പെൻഡാനൻസ് പ്ലാന്റിൻ്റെ പിന്നെ ഇത് നമുക്ക് ഒരു തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വർഷമൊക്കെ ആകുമ്പോഴേക്ക് ഒരുപാട് തൈകളായി വരും കേട്ടോ. അപ്പോൾ പോട്ടിൽ നല്ല രീതിയിൽ നിറയുന്ന ഒരു ചെടിയാണ്. നമ്മളിപ്പോൾ നിലത്താണ് നട്ട് കൊടുത്തെങ്കിൽ ഒരു 2-3 മാസം ആകുമ്പോഴേക്ക് ഇങ്ങനെ പൊട്ടി അതായത് തൈകൾ വന്ന് നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഒരു പെൻഡാനസ് പ്ലാന്റ് കേട്ടോ. അടുത്ത പ്ലാന്റാണ് നമ്മുടെ പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്കൽ എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ഗ്രീനാണ് അധികം ആളും കണ്ടിട്ടുണ്ടാകുക. ഇത് വെരിക്കേറ്റഡ് പനിക്കൂർക്കാണ് കേട്ടോ. വെരിക്കേറ്റഡ് പനിക്കൂർക്ക നമ്മുടെ മണമൊക്കെ അതന്നെ. നമ്മളിപ്പോൾ ഒരു ഔഷധ ചെടിയാണ്, നമുക്കറിയാം പനിക്കൂർക്ക അല്ലേ. പനിക്കൂർക്കൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടിട്ട് കാണാത്തൊരു കാണാം. വെരിക്കേറ്റഡ് അല്ല, ഗ്രീൻ കളറുള്ള പനിക്കൂർക്കൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഫക്കെട്ടിനൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഇതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, തേനും ചേർത്തിട്ട്. അപ്പോൾ ഈ ഒരു ഔഷധ ചെടീൻ്റെ ഒരു വെരിക്കേറ്റഡ് ലീഫുള്ള ചെടിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇത് നല്ല ഭംഗിയിൽ നമുക്ക് ഇത് വെളിച്ചം കിട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലീഫ് നല്ല രീതിയിൽ നന്നായിട്ട് വൈറ്റ് കളറാവും കേട്ടോ. ഗ്രീനൊക്കെ കുറേ മാറിയിട്ട് വൈറ്റ് കളറായിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ചൈനീസ് കോട്ടൺ പ്ലാന്റ് നമുക്കറിയാം വെരിക്കേറ്റഡ് ആണ്. ചെമ്പരത്തി പൂവിൻ്റെ ഇല വെരിക്കേറ്റഡ് ഉള്ളുണ്ട്. അതുപോലെ ഒത്തിരി പ്ലാന്റ്സ് വെരിക്കേറ്റഡ് ഉണ്ട് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് നമുക്ക് കാണിക്കുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത പ്ലാന്റ്സാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് കേട്ടോ. സ്പൈഡർ പ്ലാന്റ് നമുക്കറിയാം. അപ്പോൾ സ്പൈഡർ പ്ലാന്റ് ആണെങ്കിലും റിബൺ ഗ്രാസ് പ്ലാന്റ് ആണെങ്കിലും അതുകൂടാതെ അതുപോലെ സൈസുള്ള വേറൊരു പ്ലാന്റ് കേട്ടോ ഈ കാണിക്കുന്നു കേട്ടോ. ഇത് സ്പൈഡർ പ്ലാന്റ് അല്ല, വേറൊരു പ്ലാന്റ് ആണ്. പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നൊരു ചെടിയാണ്. അപ്പോൾ സ്പൈഡർ പ്ലാന്റ്സും റിബൺ ഗ്രാസിൻ്റെ ഒക്കെ ഒരു ഇതിലുള്ള ചെടിയാണിത്. അപ്പോൾ ഇതിനും വൈറ്റും ഗ്രീനും നല്ലൊരു വെരിക്കേറ്റഡ് ലീഫുള്ള പ്ലാന്റ് ആണ്. നമ്മൾ റിബൺ ഗ്രാസ് പ്ലാന്റിനും വൈറ്റും ഗ്രീനും ആണുള്ളത്. നമ്മുടെ സ്പൈഡർ പ്ലാന്റിനും വൈറ്റും ഗ്രീനും ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് വെരിക്കേറ്റഡ് പ്ലാന്റാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. 2 കളറാകുമ്പോൾ ലീഫിൽ 2 കളർ വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഉണ്ടാവുക കേട്ടോ.
അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ചെടീനെക്കാട്ടും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും അല്ലേ. ലീഫിൽ കളർ ചേഞ്ചിങ് വരുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുണ്ടാവും കേട്ടോ. അടുത്ത പ്ലാന്റാണ് നമ്മുടെ സഫ്ലോറ പ്ലാന്റ്സ്. സഫ്ലോറ പ്ലാന്റ്സിൻ്റെ അംബ്രല്ല പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ചെടി കണ്ടില്ലേ, വെരിക്കേറ്റഡ് ആണ്. ഇതിൻ്റെ ഗ്രീൻ കളറുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ള ഉണ്ട്. പക്ഷേ ഗ്രീനിനെക്കാടി നമുക്ക് ഭംഗിയതാണ് നമുക്ക് ഈ കളർ, അതായത് യെല്ലോയും ഗ്രീനും വരുമ്പോഴാണ് ഇതിന് കൂടുതലായിട്ട് ഭംഗിയുള്ളത് കേട്ടോ. നന്നായിട്ട് ഒരു 9 ഇതൾ അല്ലെങ്കിൽ ഒരു പോയിൻറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റിലും ലീഫായിട്ട് നല്ല കാണാൻ ഒരു കുട നിവർത്തി അല്ലെങ്കിൽ നിവർത്തിയ പോലെയുള്ള ഒരു ചെടിയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതിന് വെളിച്ചം കിട്ടുന്നതിനനുസരിച്ചിട്ട് ആ ഗ്രീനൊക്കെ മാറിയിട്ട് നല്ല യെല്ലോ കളറിലേക്ക് വരും കേട്ടോ. ഗ്രീന് കംപ്ലീറ്റ് മാറിയിട്ട് ചില ഇലകളൊക്കെ ഫുള്ളായിട്ട് യെല്ലോ ആവും കേട്ടോ. യെല്ലോ കളറായിട്ട് ഇത് മഞ്ഞ കളറായിട്ട് നമുക്ക് നമ്മുടെ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ്. കൂടുതലും നമ്മൾ വെളിച്ചം കിട്ടുന്ന, ഇൻഡോറിൽ വെക്കുമ്പോൾ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കണം. വെളിച്ചം കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ലീഫൊക്കെ ഇതുപോലെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വളർത്തേണ്ടത്. അല്ല, നമ്മൾ ഇങ്ങനത്തെ ചെടികളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത്. എന്താ പറയുക, വെരിക്കേറ്റഡ് ലീഫുള്ള എല്ലാ പ്ലാന്റ്സിനും കുറച്ചൊരു സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ലീഫിൻ്റെ കളർ ചേഞ്ചിങ് വരുള്ളൂ. കളർ വ്യത്യാസം വരണമെങ്കിൽ നമുക്കറിയാം കോളിയാസ് പ്ലാന്റ് അല്ലേ, നമ്മൾ മാസം മാറി ചെടി എന്ന് പറയുന്നത് അതിൽ കാണിക്കുന്നില്ല. അതും നമുക്ക് വെരിക്കേറ്റഡ് ആണ്. കുറേ ലീഫിന് ഒരുപാട് കളർ ചേഞ്ച് ഉണ്ടാവും അല്ലേ. ചൈനീസ് കോർട്ടോൺ പ്ലാന്റ്സിന് 3-4 കളർ ഉണ്ടല്ലേ. അതുപോലെ വേറെ ഏതൊക്കെയോ ഉണ്ട്, ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരുപാട് പ്ലാന്റ്സ് ആ രീതിയിലുള്ള, ഇപ്പോൾ ഉജീനിയ പ്ലാന്റ്സ് തന്നെ വെരിക്കേറ്റഡ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞാനൊരു വീഡിയോ ഉജീനിയ പ്ലാന്റ്സിൻ്റെ 4 വെറൈറ്റീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉജീനിയ പ്ലാന്റ്സും വെരിക്കേറ്റഡ് ആയിട്ടുള്ള ലീഫുള്ള പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ ഏത് പ്ലാന്റ്സ് ഇപ്പോൾ നോക്കുകയാണെങ്കിലും നമുക്ക് എല്ലാം വെരിക്കേറ്റഡ് ലീഫുള്ള പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ എന്താ പറയുക, വാണ്ടറിങ് ജൂവിൻ്റെ വൈറ്റും ഗ്രീനും ഉള്ള കളറുള്ള ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാരിക്കേച്ചർ പ്ലാന്റിൻ്റെ ഗ്രീനും ഈ ഒരു ഷെയ്ഡുള്ള പ്ലാന്റാണ് കേട്ടോ. ഞാൻ കാരിക്കേച്ചർ പ്ലാന്റ് വേറെയും കളറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പച്ച കളറിനകത്ത് വേറെ എന്തെങ്കിലും കളർ വരുമ്പോൾ അല്ലെങ്കിൽ ഡിസൈനിങ് വരുമ്പോൾ അതിന് നല്ലൊരു കൂടുതൽ പത്തരമാറ്റം എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ കാണിച്ച പ്ലാന്റ്സ് ഒന്നും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ്. ഒരുപാട് മെയിൻ്റെനൻസ് അല്ലാതെ ഒരുപാട് പരിചരണം ഒന്നും കൊടുക്കാത്ത പ്ലാന്റ്സാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള മുഴുവൻ പ്ലാന്റ്സും. ലക്കി ബാമ്പു പ്ലാന്റ്സൊക്കെ നമുക്കൊരു ചട്ടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെള്ളം ഒരാഴ്ചയിൽ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് വളർന്നു. ഇതൊക്കെ നമുക്കൊരു കമ്പ് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കുറച്ച് പൊക്കം വെക്കുന്ന ലീഫുള്ള പ്ലാന്റായിട്ട് മാറുന്ന ഒരു ചെടിയാണ് നമ്മുടെ കാരിക്കേച്ചർ പ്ലാന്റ് കേട്ടോ. അപ്പോൾ കാരിക്കേച്ചർ പ്ലാന്റിൻ്റെ വേറെയും വെറൈറ്റി ഉണ്ട്, അതും കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് അത്, കണ്ടില്ലേ ഇതിൻ്റെ ലീഫിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി എന്ത് രസമാണ് കാണാൻ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അല്ലേ, കണ്ടാൽ തന്നെ നമ്മൾ നോക്കി നിന്ന് പോകും. അത്രയ്ക്കും ഭംഗിയുള്ള പ്ലാന്റ്സാണ് നമുക്ക് പ്രകൃതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ഇതാണ് ചെടികൾക്കുള്ള ഇത്രയും ഭംഗിയല്ലേ. പൂക്കളെ കാണുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി നിന്ന് പോകുമല്ലേ. നമ്മളൊരു എന്താ പറയുക, ഞാൻ വയനാടിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഉത്സവത്തിൻ്റെ. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ട് ഒരാഴ്ച ആകുമ്പോഴേക്ക് തന്നെ 25K ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിസ്മയം തീർത്ത മാതിരിയായിരുന്നു പൂക്കളെ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ചെടികളെ ഇഷ്ടമുള്ളവർക്ക് എല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ, ചെടികളെ സ്നേഹിക്കുന്നവർക്ക്. കാരണം നമുക്ക് പൂക്കളെ കാണുമ്പോൾ, ഞാനിപ്പോൾ ഏത് സ്ഥലത്തേക്ക് കുട്ടിക്കാലം മുതലേ ഏത് സ്ഥലത്ത് പോകുകയാണെങ്കിലും ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ കാറിൽ ബസ്സിലൊക്കെ ആണെങ്കിലും സൈഡിലിരുന്നിട്ട് ഇത് പ്രകൃതിയിലുള്ള ഇങ്ങനെ ഓരോ കാഴ്ചകൾ, അതായത് വേറെ ഒന്നല്ല നോക്കുക, നമ്മളെ ചെടികൾ മാത്രമായിട്ടോ ഞാൻ നോക്കുക. ഏതൊരു വീട്ടിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ എന്താണ് 1-2 ചെടിയായാലും അത് ഞാൻ നോക്കി നിന്ന് പോട്ടോ. അപ്പോൾ ഞാൻ ആ പുഷ്പോത്സവം കാണാൻ പോയിട്ട് എനിക്ക് അവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നില്ല. കാരണം എന്താണ്, അതുപോലെ ഞാൻ കൊച്ചിൻ ഫ്ലവർ ഷോയും ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടോളി. ഇനിയിപ്പോൾ 2026 ഒരുപാട് ഫ്ലവർ ഷോ വരുന്നുണ്ട്. അപ്പോൾ കാണാത്തൊരു പിന്നെ വയനാടിൻ്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഫ്ലവർ ഷോ ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചിൻ ഫ്ലവർ ഷോ ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ഞാൻ ഗാർഡൻ ടൂറ് വിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് കാണാം. അതിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ കാരണം ചിലപ്പോൾ പുതുതായിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യത്തെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട നിങ്ങളുടെ കണ്ണുകൾ എന്നെ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ എന്തായാലും മറക്കാതെ കാണണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ പ്ലാന്റ് ഇപ്പം 10 എണ്ണമായി. 10 എണ്ണത്തിൽ കാരിക്കേച്ചർ പ്ലാന്റ്, അടുത്ത പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല. പേരെന്ന് വെച്ചാൽ
അറിയായിരുന്നു, ഇപ്പോൾ കിട്ടുന്നില്ല. അതായത് നമ്മുടെ ഒരു വൈറ്റും യെല്ലോയും ഗ്രീനും എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അത് പിന്നെ നല്ല ഭംഗിയായിട്ട് ഇതും ഞാൻ ഒരുപാട് സെയിൽ നടത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കമ്പ് നട്ട് കൊടുത്തിട്ട് ഞാൻ ഒരുപാട് വിറ്റിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു നമ്മുടെ ഇലയിൽ ഇങ്ങനെ വാരി വിതറിയ പോലെയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ഇലയിൽ ഇങ്ങനെ യെല്ലോ ഇങ്ങനെ വാരി വിതറിയ പോലത്തെ ഒരു ചെടിയാണ്. എൻ്റെ പേരിപ്പോൾ കിട്ടുന്നില്ല. എന്തായാലും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, പേരിപ്പോൾ കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു വെരിക്കേറ്റഡ് പ്ലാന്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ് നമ്മളെ ഗാർഡനിൽ, അതായത് നമ്മളെ പൂന്തോട്ടത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ആരും ഒന്ന് നോക്കി പോകും കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഭംഗി നല്ല ഭംഗിയിൽ ഇലകളൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഉണ്ടാവുക. നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് വെളിച്ചം കിട്ടിയാൽ മാത്രമാണ് ഇതിൻ്റെ ലീഫിലുള്ള ആ ഒരു വെരിക്കേറ്റഡ് കളർ ഇങ്ങനെ വരുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ നേരെ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയേക്കാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കളർ വരില്ല. പിന്നെ നമ്മുടെ കോട്ടൺ പ്ലാന്റിൻ്റെ എല്ലാം വെരിക്കേറ്റഡ് അല്ലേ. കോട്ടൺ പ്ലാന്റ് എന്ന് പറയുമ്പോൾ യെല്ലോയും പിന്നെ അതുപോലെ തന്നെ ഗ്രീനും പിന്നെ പിങ്കും മെറൂണും എല്ലാ കളറും കൂടിയിട്ടുള്ള ഒരുപാട് കോട്ടൺ പ്ലാന്റ് ഉണ്ട്. എല്ലാം നമുക്ക് കളർഫുള്ളായിട്ടുള്ള വെരിക്കേറ്റഡ് പ്ലാന്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻഡോറിൽ വിൽക്കുന്ന ഒരുപാട് വെരിക്കേറ്റഡ് പ്ലാന്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ.